الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ നാനാമേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശിഷ്ടജീവിതം അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിലയിൽ ജീവിക്കാനും അവസാനം ഈമാനോടെ അല്ലാഹുവിനെ കണ്ടുമുട്ടാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാനിലേക്ക് വിളിപാട് അകലെ നിൽക്കുകയാണെന്ന് ഷഅബാൻ മാസത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. മനുഷ്യർ കൂടുതൽ അശ്രദ്ധയിലായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ തിരക്കുകൾ വർദ്ധിക്കുന്നു. ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ പതിക്കുന്ന മേഖലകൾ കൂടുതൽ തുറന്നു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന്, പടച്ചവനിൽ നിന്ന് അവൻ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അശ്രദ്ധകളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യത്തിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും കൂടുതൽ അടുക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളിവിടെ ഒരു മത്സരത്തിലാണ്, ഒരു പരീക്ഷണത്തിലാണ്. പരീക്ഷണവും പരീക്ഷയും മത്സരവും ഒക്കെ നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ആരാണ്? നമ്മൾ അനേക കോടി ബീജങ്ങളിലെ ഒരു അണു മാത്രമാണ്. നമ്മുടെ പഴയ കാലത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വളരെ ശക്തമായ നിലയിൽ മുന്നോട്ട് തള്ളുന്ന, മുന്നോട്ട് കുതിക്കുന്ന ഒരു പ്രകൃതമാണ് ആ ബീജാണുവിന്റെ പ്രകൃതം. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. എന്തിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്? മാഉൻ ദാഫിഖ്, മുന്നോട്ട് കുതിക്കുന്ന, മുന്നോട്ട് തള്ളി സമ്മർദ്ദത്തിൽ മുന്നോട്ട് ആഞ്ഞു വരുന്ന ആ ഒരു പ്രകൃതമുള്ള ഒരു ജലത്തിന്റെ അണുവിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യരായ നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുമ്പോ നമ്മൾ വന്നത് ഒരു തുള്ളി ബീജാണുവിൽ നിന്നാണ്. ഒരു മനുഷ്യൻ സ്രവിക്കുന്ന ഒരു തുള്ളി ബീജത്തിൽ 5 കോടി മുതൽ 50 കോടി വരെ ബീജാണുക്കൾ ഉണ്ടെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. ആ അണുക്കളിൽ നിന്ന്, അത് ഒരു തവണ സ്രവിക്കുന്ന ബീജത്തുള്ളികളാണെങ്കിൽ അനേക കോടി ബീജാണുക്കളാണ് അതിലുള്ളത്. അതെല്ലാം കൂടി ഇവിടെ ജനിച്ചിറങ്ങിയാൽ ഈ ഭൂലോകം താങ്ങുകയില്ല. അത്രമാത്രം അണുക്കളാൽ നിബിഡമാണ് മനുഷ്യൻ ശ്രവിക്കുന്ന ബീജത്തുള്ളികൾ എന്ന് പറയും.
അപ്പൊ കോടിക്കണക്കിന് വരുന്ന ബീജാണുക്കൾ മനുഷ്യൻ ശ്രവിക്കുമ്പോ അതിൽ നിന്നും വലിയൊരു വിഭാഗം സ്ത്രീയുടെ ശരീരത്തിലെ അസിഡിക് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് അതിനെ അതിജീവിക്കാൻ കഴിയാതെ അവിടെ മരിച്ചു പോവുകയാണ്. വേറെ കുറെ അണുക്കളുണ്ട്. ആ അണുക്കൾ ഡയറക്ഷൻ കിട്ടാതെ സ്ത്രീയുടെ അണ്ഡാശയത്തിലേക്ക് പോകാനുള്ള വഴി കിട്ടാതെ അത് ചുറ്റിക്കറങ്ങി അവിടെ മരിച്ചു പോവുകയാണ് അനേക ലക്ഷങ്ങൾ, കോടികൾ. പിന്നെയും വേറെ കുറെ അണുക്കളുണ്ട്. അതിങ്ങനെ മുന്നോട്ട് കുതിച്ചു പാഞ്ഞ് സ്ത്രീയുടെ അണ്ഡാശയത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ വന്ന് ഉള്ളിലേക്ക് തുളച്ചു കയറാൻ കഴിയാതെ അവിടെ വെച്ച് നശിച്ചു പോവുകയാണ്. അതിൽ നിന്ന് ഒരണു മാത്രം സ്ത്രീയുടെ അണ്ഡാശയത്തിന്റെ കവചത്തെ തുളച്ചു കയറി ഉള്ളിലേക്ക് കടക്കുന്നു. ജനറ്റിക് ഗേറ്റ് കടന്ന് അണ്ഡാശയത്തിലേക്ക് കടന്ന് അണ്ഡാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. ആ ഒരൊറ്റ അണുവാണ് വളർന്ന് വലുതായി നമ്മളായി തീർന്നിരിക്കുന്നത്. നമ്മൾ കോടിക്കണക്കിന് വരുന്ന ബീജാണുക്കളോട് മത്സരം നടത്തി എല്ലാവരെയും തോൽപ്പിച്ച് മുന്നേറി അതിജീവിച്ചു വന്ന ഒരു അണുവാണ് നമ്മൾ. സഹോദരന്മാരെ, ഇവിടെ ഓരോന്നും വഴിയിൽ വെച്ച് നശിക്കുകയും വഴിയറിയാതെ വഴിതെറ്റി നശിച്ചു പോവുകയും ഒക്കെ ചെയ്തപ്പോ നമ്മൾ എന്ന ഒരു അണുവാണ്, ഞാൻ എന്ന ഒരു അണുവാണ് എല്ലാത്തിനെയും അതിജീവിച്ച് മുമ്പോട്ട് വന്ന് ഒരു മനുഷ്യനായി പിറന്നിരിക്കുന്നത്. ഇവിടെ ഒരു മത്സരമുണ്ട്. ആ മത്സരത്തിൽ ആ മത്സര സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതേപോലെ നമ്മൾ ഈ ലോകത്തേക്ക് ഇവിടെ ജനിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ ഒരു പരീക്ഷയും മത്സരവും ഒക്കെ വെച്ചിരിക്കുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അവൻ മനുഷ്യനെ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാണ്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, പരീക്ഷയായിട്ട്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും മനോഹരമായ ബ്യൂട്ടിഫുള്ളായ ജീവിതം കാഴ്ചവെക്കുന്നത്, നന്നായി പ്രവർത്തിക്കുന്നത്, പണിയെടുക്കുന്നത് എന്ന് നോക്കാനാണ്. ഇവിടെ മനുഷ്യർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുന്നത് ആര് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാഹു മനുഷ്യന് ജന്മവും മരണവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ഇവിടെ ഖുർആൻ പറഞ്ഞത് മനുഷ്യന്റെ ജീവിതം ഇബ്തില ആണ്. ലിയബ്ലുവകും, ബല ആണ്, പരീക്ഷണമാണ്. എന്താണ് അതിൽ നിന്ന് പരീക്ഷിച്ചറിയേണ്ടത്? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാരെന്ന് നോക്കുക എന്ന്. അല്ലാഹു പറയുന്നതനുസരിച്ച് ഏറ്റവും നന്നായി ജീവിച്ച് അവന്റെ ജീവിതം പ്രകാശിപ്പിക്കുന്നവൻ ആരെന്ന് നോക്കാനാണ് അല്ലാഹു തആല ഇവിടെ ജീവിതം വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കണം. ഇതൊരു പരീക്ഷയാണെന്ന് പറഞ്ഞല്ലോ. പരീക്ഷയുടെ സ്വഭാവത്തിലാണ് അല്ലാഹു ഈ ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. സാധാരണ ഫെബ്രുവരിയോടുകൂടി ഈ അടുത്ത മാസം, അതിന്റെ അടുത്ത മാസമൊക്കെ കുട്ടികൾ പരീക്ഷയിലേക്ക് അടുക്കുകയാണ്. മാർച്ച് മാസം SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി പരീക്ഷാ പനി പടർന്നു പിടിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ അധ്യയന വർഷത്തിന്റെ അവസാന സമയമായപ്പോ ഇനി റിവിഷനിലേക്ക് കടന്നിരിക്കുകയാണ്. പെട്ടെന്ന് നന്നായി ഓരോ പാഠഭാഗവും പഠിച്ചെടുത്ത് പരീക്ഷയ്ക്ക് ഉയർന്ന സ്കോർ നേടണം എന്ന ഒരു മത്സരത്തിലാണ്. അവിടെ ഈ പരീക്ഷ എന്നത്
എങ്ങനെയാണോ ഉള്ളത് അതേ ഒരു സ്വഭാവം നമ്മുടെ അള്ളാഹു നിശ്ചയിച്ചെന്ന് ഈ പരീക്ഷയ്ക്കുണ്ട്. നമുക്ക് അള്ളാഹു ഒരു ടെക്സ്റ്റ് ബുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഖുർആൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ്. അതേപോലെ തന്നെ അല്ലാഹു തആല അധ്യാപകരെ അയച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ ആ പാഠപുസ്തകം പഠിപ്പിക്കാൻ. ഓരോ കാലഘട്ടത്തിലെയും വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഇന്നമ ബുഇസ്തു മുഅല്ലിമ, ഞാനൊരു അധ്യാപകനായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാഠപുസ്തകം യുഅല്ലിമുഹുൽ കിതാബ യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ, പ്രവാചകൻ വന്നിട്ട് അവരെ ഈ ഖുർആനെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിനനുസരിച്ച് സംസ്കരിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ നിന്നുള്ള അധ്യാപകരായി പ്രവാചകന്മാരെ നിയമിക്കുകയും ആ പ്രവാചകന്മാർ വന്നിട്ട് അവൻ കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥമാകുന്ന പാഠപുസ്തകം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാഠപുസ്തകം പഠിച്ചതനുസരിച്ച് അവൻ ഇവിടെ ജീവിതമാകുന്ന പരീക്ഷയെ നേരിടണം. ആ ജീവിതത്തിൽ ശരിയും തെറ്റുമുണ്ട്, ന്യായവും അന്യായവുമുണ്ട്, നീതിയും അനീതിയുമുണ്ട്, നന്മയും തിന്മയുമുണ്ട്. ഖുർആനാകുന്ന പാഠപുസ്തകം നോക്കി ജീവിതത്തിൽ ശരി ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്, തെറ്റുകൾ ഒഴിവാക്കാൻ. അപ്പൊ നമ്മളെല്ലാം ഈ ലോകത്ത് ഇപ്പൊ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ ഈ മനുഷ്യർ മുഴുവൻ അള്ളാഹുവിന്റെ ഭൂമിയിലെ തുറന്ന ഒരു പരീക്ഷാ ഹാളിലാണുള്ളത്. അവൻ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയും. അവരെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകനാണ് അന്ത്യ അധ്യാപകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉത്തരവാദിത്തം പിൽക്കാലത്ത് പണ്ഡിതന്മാരെ ഏൽപ്പിക്കുകയും അവരിലൂടെ ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അധ്യാപകർ വീഴ്ച വരുത്തുന്നവരും ഉണ്ടാവും, കുട്ടികളെന്ന പോലെ കുട്ടികളും വീഴ്ച വരുത്തുന്നു. അപ്പൊ ഈ പരീക്ഷ ഇവിടെ നടക്കുന്ന ഈ പരീക്ഷയുടെ സമയം എത്രയാണ്? ഇതൊരു മനുഷ്യായുസ്സാണ്. സാധാരണ പരീക്ഷ ആളിൽ 2 മണിക്കൂറോ മറ്റോ ഒക്കെ ആയിരിക്കും നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഈ ലോകത്ത് മനുഷ്യരാകുന്ന നമ്മൾ പരീക്ഷ എഴുതുന്നത്, പരീക്ഷയെ നേരിടുന്നത് ഒരു മനുഷ്യായുസ്സാണ്. എപ്പോഴാണ്? ഓരോരുത്തർക്കും വ്യത്യസ്ത സമയമാണ്. ആ സമയം എത്തിയാൽ പരീക്ഷ അവസാനിക്കും. ചില കുട്ടികൾ ഉത്തരം എഴുതാൻ വൈകി പരീക്ഷ ഹാളിൽ പേപ്പർ പിടിച്ചിങ്ങനെ ഇരിക്കും. അവസാന സമയമുണ്ട് ഒരു എഴുത്ത്. സാറ് പേപ്പർ, സൂപ്പർവൈസർ ഒന്ന് പേപ്പർ പിടിച്ചു വാങ്ങിയിട്ടായിരിക്കും പോവുക. ഇല്ല, ഇതേപോലെ മനുഷ്യൻ ഇവിടെ അശ്രദ്ധമായി അലസമായി ജീവിച്ചുകൊണ്ടിരിക്കും. ഞാൻ മരിച്ചു പോകുന്ന കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്നെ അല്പം കൂടി ഒന്ന് പിന്തിച്ചിടുമോ? അല്പസമയം കൂടി തരുമോ സാറേ? ഞാൻ കെട്ടിവെച്ച എല്ലാ പണം എടുത്ത് ചെലവാക്കിക്കോളാം, ദാനധർമ്മങ്ങൾ ചെയ്തോളാം, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തോളാം എന്നൊക്കെ അന്നേരം വെപ്രാളപ്പെടും. പരീക്ഷാ സമയം കഴിഞ്ഞാൽ പേപ്പർ പിന്നെ അവിടെ വെച്ചേക്കൂല, പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകും സൂപ്പർവൈസർ. എന്നതുപോലെ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പിന്തിച്ചിടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞത് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത്. ഇവിടെ സൂപ്പർവൈസർമാരായിട്ട് മലക്കുകളുണ്ട്. പരീക്ഷാ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കാൻ ഹാളിലുള്ളതുപോലെ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും മുമ്പിലും അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. നമ്മൾ ശരി ചെയ്താൽ അത് രേഖപ്പെടുത്താൻ കിറാമൻ കാത്തിബീൻ, മാന്യരായ എഴുത്തുകാർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം. ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി ചെയ്താലും തെറ്റ് ചെയ്താലും രേഖപ്പെടുത്തുന്നു. പരീക്ഷാ ഹാളിൽ ഒരു വിദ്യാർത്ഥി ശരി എഴുതി എന്നതിന്റെ പേരിൽ, തെറ്റെഴുതി എന്നതിന്റെ പേരിൽ അവിടെ നിന്ന് ആരും മാർക്കിടാറില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ശരി ചെയ്താലും ശരി ചെയ്യുന്നവരും തെറ്റ് ചെയ്യുന്നവരും എല്ലാം റബ്ബിന്റെ മുമ്പിലും അവന്റെ ഉദ്യോഗസ്ഥന്മാരാകുന്ന മലക്കുകളുടെ മുമ്പിലും തുല്യരാണ്. ആർക്കും അഭിനന്ദനമോ ശകാരമോ കിട്ടുകയില്ല. അവരുടെ റിസൾട്ടിനെ കുറിച്ച് അന്നേരം പ്രഖ്യാപിക്കപ്പെടുകയില്ല. നിശബ്ദമാണ്. ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലെ കോടിക്കണക്കായ മനുഷ്യർക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനനുസരിച്ച് മലക്കുകളുടെ ഉത്തരവാദിത്തത്തിൽ ആ ഖുർആന്റെ അനന്തരാവകാശവും
പ്രചാരണ ചുമതലയും അധ്യാപന ചുമതലയും ഏറ്റെടുത്തിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഈ പരീക്ഷ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ക്ലാസ്സിൽ ഹാജരാവാത്ത കുട്ടികൾ ഉണ്ടാകാം, പാഠപുസ്തകം തുറന്നു നോക്കാത്തവരുണ്ടാകാം, വെറുതെ പാഠപുസ്തകം കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം, അതിന്റെ അന്തസത്ത മനസ്സിലാക്കാത്തവരുണ്ടാകാം, പഠിച്ചു മുന്നേറുന്നവരുണ്ടാകാം. ഇങ്ങനെ പലതരക്കാരായ ആളുകൾ അതിന്റെ മുമ്പിലുണ്ട്. ആ അർത്ഥത്തിൽ ഇവിടെ നമ്മൾ ജീവിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സമയം എത്തിയാൽ നമ്മുടെ ആൻസർ ഷീറ്റ് പിടിച്ചു വാങ്ങിയെടുക്കും. നമുക്ക് പിന്നെ അവിടെ സമയമില്ല. ഇതെല്ലാം എങ്ങോട്ട് കൊണ്ടുപോകും? പരീക്ഷാ ഹാളിൽ നിന്ന് ഈ സൂപ്പർവൈസർമാര് ഈ പരീക്ഷയുടെ ആൻസർ പേപ്പറുകൾ മുഴുവനും അത് കളക്ട് ചെയ്ത് സീൽ ചെയ്ത് നേരെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് പോലെ, പിന്നീട് റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് അവസാനം ഒരു ദിവസം റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് പോലെ ഇവിടെ നമ്മുടെയും ഈ ജീവിതത്തെ മുഴുവൻ, റെക്കോർഡുകൾ മുഴുവൻ മലക്കുകൾ ആത്മാവിനോടൊപ്പം ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഇത് ഹാജരാക്കുകയാണ്, അതവിടെ രേഖപ്പെടുത്തുകയാണ്, ഇല്ലീനിലേക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. പ്രതിയെയും അവന്റെ ചാർജ് ഷീറ്റ് മുഴുവൻ അത് ശരിയായാലും തെറ്റായാലും അവിടെ ഏൽപ്പിക്കുകയാണ്. പിന്നീട് അന്ത്യനാൾ സംഭവിച്ചതിന് ശേഷം അവസാനം വിശാലമായ ഒരു കോടതിയിൽ, ജനകീയ കോടതിയിൽ, കോടാനുകോടി വരുന്ന മനുഷ്യാരംഭം മുതൽ അവസാനം വരെ ഉണ്ടായ ജനിപ്രതി കൊണ്ടുപോയ മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിന്നാണ് അത് പ്രഖ്യാപിക്കുന്നത്. ജയിച്ചോ തോറ്റോ. അന്നേരം അക്രമികൾ കൈകടിച്ചു കുടയുമെന്നാണ്. നമ്മുടെ കുട്ടികൾ ചിലപ്പോ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ റിസൾട്ട് കയ്യിൽ കിട്ടുമ്പോഴാണ് അത് തുറന്നു നോക്കിയിട്ട്, ഓ അതെനിക്ക് അറിയാമായിരുന്നല്ലോ, ഇതറിയാമായിരുന്നല്ലോ, അത് എഴുതാൻ പറ്റിയില്ലല്ലോ, ഞാനത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തത്തെ തലയിലടിക്കുകയും കൈകടിച്ചു കുടയുകയും ഒക്കെ സ്വന്തത്തെ കുറ്റപ്പെടുത്തുകയും ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ വിദ്യാർത്ഥിനികൾക്കിടയിൽ ഒക്കെ സർവ്വസാധാരണമായി കാണാറുള്ളത് പോലെ നാളെ പരലോകത്ത് എല്ലാം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ എന്തൊരത്ഭുതമാണ്, ഇതിൽ നിന്നും ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് നോക്കിയിട്ട് അതിലിങ്ങനെ നോക്കിയിട്ട് പറയും, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല, അബദ്ധമായി പോയല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രംഗം വരാനിരിക്കുന്നു സഹോദരൻ. അതുകൊണ്ട് നിങ്ങളിൽ ആരാണ് ഏറ്റവും അതിമനോഹരമായ ഒരു ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ ജീവിതം അല്ലാഹു അണിയിച്ചൊരുക്കുന്നത്. നമ്മുടെ ജന്മത്തിന്റെ ഏറ്റവും ആരംഭ ബിന്ദു മുതൽ തന്നെ ഈ മത്സരം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാതാവിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് മറ്റെല്ലാവരെയും തോൽപ്പിച്ച് കോടിക്കണക്കായ നമ്മുടെ സഹോദരന്മാരായ ബീജാണുക്കളെ മുഴുവനും തോൽപ്പിച്ച് മുന്നേറി നമ്മൾ പറ്റിപ്പിടിച്ച് വിജയിച്ചവരാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പോഴും ലോകത്ത് ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുടെ വലിയ ഒരു ഭൂമിയാണിത്. അവിടെ നമ്മൾ അള്ളാഹു നിശ്ചയിച്ചു തന്ന മനോഹരമായ വേദഗ്രന്ഥത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം പ്രകാശിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണിത്. ഇവിടെ ഏറ്റവും അതിമനോഹരമായി ജീവിതത്തെ നമുക്ക് ആവിഷ്കരിക്കാൻ, രൂപപ്പെടുത്താൻ കഴിയും. നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, ആരാധന, വിശ്വാസം, ഇടപാടുകൾ എല്ലാം അതിമനോഹരമായി. അതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ പഠിപ്പിച്ചു പ്രവാചകനിലൂടെ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നേരിട്ട് പഠിപ്പിച്ചു എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, എന്താണ് ഇഹ്സാൻ. ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചിട്ട് അതിനെ അങ്ങനെ ഒരു വരണ്ട അവസ്ഥയിൽ വിടുകയല്ല ചെയ്തത്. മൽ ഇഹ്സാൻ എന്ന് ചോദിച്ചു. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ശരിക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, മനോഹരം, മനോഹാരിത. അതിനെ നിർവചിക്കുമ്പോ ആ മനോഹാരിത രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അവൻ അടിമപ്പെട്ട് ജീവിക്കുക, അവനെ അനുസരിച്ച് ജീവിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്.
തന്റെ ഉടമസ്ഥൻ തന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ ക്യാമറ കണ്ണുകൾ എന്റെ മുമ്പിലുണ്ടെന്ന് കണ്ടാൽ നമ്മളാരും തെറ്റ് ചെയ്യാൻ മുതിരുകയില്ല. അധ്യാപകൻ ക്ലാസ്സിലുള്ളപ്പോൾ കുട്ടികൾ ഗുരുത്തക്കേട് കാണിക്കാറില്ല. CCTV ഉള്ളപ്പോൾ അവിടെ കള്ളന്മാരുടെ പരീക്ഷണങ്ങൾ നടക്കുകയില്ല. ട്രാഫിക് പോലീസ് ഉള്ളപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണത്തിന്റെ ഗതി അതിന്റെ ശരിയായ രൂപത്തിൽ ഡ്രൈവർമാർ കൊണ്ടുപോകും. ഇതേപോലെ മേൽനോട്ടക്കാരൻ മുകളിൽ നിരീക്ഷിക്കുന്ന ഒരാൾ ഉണ്ടെന്ന് കണ്ടാൽ ആ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി നടത്തും. എന്നതുപോലെ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നെന്ന് കണ്ടാൽ സംസാരം, സംഭാഷണം, ഇടപാടുകൾ, ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ, പ്രവർത്തനങ്ങൾ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം അത് ഏറ്റവും മനോഹരമായി നിർവഹിക്കാൻ അയാൾ നിർബന്ധിതനായിരിക്കും. അപ്പോഴാണ് ഒരു കർമ്മം ഏറ്റവും മനോഹരമായി തീരുന്നത്. ഇതിനാണ് അല്ലാഹു തആല മനുഷ്യനെ ഈ ലോകത്ത് ജന്മവും മരണവും ഒക്കെ തന്നിട്ട് പരീക്ഷണാർത്ഥം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ആ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാണ് പരിശുദ്ധ ഖുർആൻ. ജീവിതത്തെ അതിമനോഹരമാക്കാൻ എന്ത് രീതിശാസ്ത്രമാണ്, ഏത് നിയമപുസ്തകമാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമനോഹരമായാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നോക്കൂ. ഒരു ഉറുമ്പാണെങ്കിൽ, ഒരു ആനയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിലെ ഒരു തെങ്ങാണെങ്കിൽ, ഒരു പനയാണെങ്കിൽ, ഒരു ഈന്തപ്പനയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ചെടിയാണെങ്കിൽ അതിനെ എത്ര മനോഹരമായിട്ടാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നതുപോലെ ഇതിനെ എല്ലാം രൂപകൽപ്പന ചെയ്ത് അതിന്റെ ധർമ്മം അതിമനോഹരമായി ഈ പ്രപഞ്ചത്തിലെ ഏതൊരാൾക്കും സൂക്ഷ്മ പരിശോധന നടത്തുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുമെങ്കിൽ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും മനോഹരമായി സൃഷ്ടിക്കുന്ന അല്ലാഹു ഏറ്റവും ഉന്നതനാണെന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ അതിമനോഹരമായി, നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ, ജീവിതത്തെ തന്നെ ഏറ്റവും അതിമനോഹരമായി സൃഷ്ടിക്കാൻ, സ്വഭാവത്തെ ആവിഷ്കരിക്കാൻ അല്ലാഹു നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം അടിപൊളിയാവും. ആളുകൾ അഭിനന്ദിക്കും, അവർ നമ്മളെ ആശീർവദിക്കും, നമ്മളെ ആശ്ലേഷിക്കും, നമുക്ക് ഒരുപാട് സൽപ്പേരുകൾ വരും, നമ്മുടെ കാര്യത്തിൽ ആളുകൾക്ക് വലിയ വലിയ താല്പര്യമുണ്ടാകും. അതാണ് ഇസ്ലാം, അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഇത് പഠിക്കാൻ, ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ അല്ലാഹു ഒരു മാസം നീക്കി വെച്ചിരിക്കുന്നു. അതാണ് പരിശുദ്ധ റമദാൻ, ഒരു സ്റ്റഡി ലീവ് പോലെ. അതിന് ഖുർആൻ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? തഖ്വ വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഇംതിസാലു അവാമിരില്ല വജിത്തിനാബു നവാഹി. അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാനും നിരോധനങ്ങളെ ഉപേക്ഷിക്കാനുള്ള ഒരു മനോഭാവമാണ് തഖ്വ എന്ന് പറയും. അതിനുള്ളൊരു സന്നദ്ധത. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ബ്ലോക്ക് ചെയ്യണം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീറ്റ, കുടി, ഉറക്കം, ലൈംഗിക ആസ്വാദനം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ബ്ലോക്ക് ആക്കി നിർത്തുക. എന്നിട്ട് ശ്രദ്ധ അതിലെ അല്ല ഇതിലെ ഖുർആനിലേക്ക് തിരിയുക. അതിന് പകൽ നോമ്പ് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യണം, നിന്ന് നമസ്കരിക്കണം, ഖുർആൻ മുഴുവൻ അതൊന്ന് കേൾക്കണം, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം, അതിനുവേണ്ടി ചിന്തിക്കണം. ഖുർആൻ നമുക്ക് സാക്ഷി നിൽക്കുമെന്നല്ലേ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പും ഖുർആനും നമുക്ക് സാക്ഷിക്കുന്ന, രണ്ട് തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അപ്പൊ ഈ ഖുർആൻ നമുക്ക് പഠിക്കാനുള്ള സമയം, ഇത് പഠിച്ച് ജീവിതത്തിൽ പരിശീലിക്കാനുള്ള സമയമാണ് റമദാൻ. ഒന്ന് ടെസ്റ്റ് ചെയ്യൂ. ഇതൊരു ലാബാണ്, ഒരു ലബോറട്ടറിയാണ്, അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പാണ്. ഈ വർക്ക്ഷോപ്പിൽ ഖുർആൻ തുറന്നു വെച്ച് അതിന്റെ ആശയങ്ങൾ അല്ലാഹല്ലേ നമ്മളോട് സംസാരിക്കുക. കലാമെന്ന്, അല്ലാഹുടെ കലാമാണ് ഖുർആൻ. കലാം എന്ന് പറഞ്ഞാൽ അല്ലാഹ് നമ്മളോട് സംസാരിക്കുകയാണ് ഖുർആനിലൂടെ. അല്ലാഹ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ഖുർആനിലൂടെ. നമ്മളൊന്നും കേൾക്കുന്നില്ല, ചിന്തിക്കുന്നില്ലേ, കണ്ണില്ലേ, കാതില്ലേ എന്നൊക്കെ അല്ലാഹ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ച് ഖുർആൻ കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി കാണിച്ചിട്ടുണ്ട്, ഇമാമിങ്ങൾ അതിലൂടെ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വിശദമായി പഠിച്ച് മനസ്സിലാക്കി ഒരു മനോഹരമായ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കണം.
അതിലാണ്. അങ്ങനെ വരുമ്പോ അത് ജീവിതത്തിലത്തൊക്കെ പകർത്തി വരുമ്പോ ഏകദേശം അവസാനത്തെ 10 ദിനമാവുമ്പോഴത്തേക്ക് അതിലവർ ഒറ്റയായ രാവിൽ അങ്ങനെ അള്ളാഹുലേക്ക് തിരിഞ്ഞു ഖുർആൻ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറായ പടച്ചവനിലേക്ക് കണ്ണും കരളും തിരിച്ചു വെച്ച ആളുകളെ കെട്ടിപ്പിടിക്കാൻ അള്ളാഹു താല അവന്റെ വാനലോകത്ത് നിന്ന് ഏത് മലക്കിനെ കൊണ്ടാണോ ഖുർആൻ അവതരിപ്പിച്ചത് അതേ മലക്കിനെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം സഹ മലക്കുകളുമെല്ലാം തനസ്സലുൽ മലായികത്തു വറൂഹ് എല്ലാ കൽപ്പനകളും ഓർഡറുകളുമായിട്ടാണ് വരുന്നത്. നമ്മുടെ ഭാവി ഭാഗതയെ നിർണയിക്കാനുള്ള അടുത്ത ഒരു കൊല്ലത്തെ ജീവിതം ഖുർആനിനനുസരിച്ച് ചിട്ടപ്പെടുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും അനുകൂലമായ കാര്യങ്ങളും പ്രതികൂലമായ കാര്യങ്ങളും എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഒരു വർഷത്തെ ആനുവൽ ബജറ്റ് അവിടെ അല്ലാഹു തആല അവതരിപ്പിക്കും. ഇവൻ അതിനുള്ള അവസരം കൊടുക്കുകയാണ്, അവൻ അങ്ങനെ തിരഞ്ഞെടുക്കുക. അതുമായിട്ടാണ് പിന്നെ അവൻ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിന്റെ സന്തോഷത്തിലാണ്. എന്നിട്ട് ആ പെരുന്നാൾ ആഘോഷിച്ചിട്ട് ഒരു 10-11 മാസം ഇങ്ങനെ പോകുമ്പോ ഇതാ ശഅബാൻ എത്തിയിരിക്കുന്നു. ഇപ്പോ ശഅബാൻ എത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക ശഹ്റുൻ യഗ്ഫറുന്നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ഇതൊരു മാസമായി ശഅബാൻ എന്ന് പറഞ്ഞാൽ റജബിന്റെയും പിന്നെ റമളാന്റെയും ഇടയിൽ അശ്രദ്ധമായി പോകുന്ന ഒരു സമയം. റമളാന് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയുണ്ട്, പക്ഷെ ശഅബാൻ അത് രണ്ടിന്റെ ഇടയിൽ കിടക്കണം. ഇതിനെ കുറിച്ച് വലിയ ശ്രദ്ധ ആർക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം അതിനെപ്പറ്റി. എന്താ അതിന്റെ പ്രത്യേകത? സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ സമർപ്പിക്കപ്പെടുന്ന, കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഹാജരാക്കുന്ന ഒരു സമയമാണ് ഈ ശഅബാൻ എന്ന് പറയുന്നത്. അപ്പോ ഒരു കൊല്ലത്തെ നമ്മുടെ ബജറ്റിനനുസരിച്ച് അല്ലാഹ് ലൈലത്തുൽ ഖദറിൽ നമ്മുടെ കാര്യത്തിലുള്ള ഭാവി ഭാഗതയം എന്താണ് എന്ന് നിർണയിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അങ്ങനെ മുമ്പോട്ട് പോയി അമലുകളൊക്കെ ചെയ്ത് റമളാനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പത്തെ ആ മാസത്തിൽ ആ അമലുകളെ മുഴുവൻ അള്ളാഹു കളക്ട് ചെയ്യണം. വാർഷികമായിട്ട് കളക്ട് ചെയ്ത് അള്ളാഹുവിന്റെ ഹാജരാക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മാസത്തിൽ അങ്ങനെയാണ് കാര്യം. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകളൊക്കെ അള്ളാഹുവിന്റെ ഹാജരാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ശഅബാൻ മാസത്തിൽ കൂടുതലായി നോമ്പ്. റമളാൻ കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ച മാസം ശഅബാൻ. അതുകൊണ്ട് നോമ്പ് ധാരാളമായിട്ട് പിടിക്കുക സുന്നത്താണ്. ആദ്യം മുതലേ തന്നെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഈ ആദ്യത്തെ 15 നാളുകളിൽ നോമ്പ് പിടിക്കാത്ത ആളുകൾ അതിന് ശേഷം നോമ്പ് പിടിക്കലും അത് പ്രത്യേകമായ സുന്നത്തിൽ. അത് പിടിച്ചു വരികയാണെങ്കിൽ 15-ന് ശേഷവും പിടിക്കണം. എന്നാൽ ഈ 15-ന് ശഅബാൻ 15-ന്റെ രാത്രിക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാൻ 15-ന്റെ രാത്രിയിൽ അല്ലാഹു പ്രത്യക്ഷപ്പെടും നമ്മളെ പ്രതീക്ഷിച്ചിട്ട്. അവന്റെ സകല സൃഷ്ടികൾക്കും പൊതുമാപ്പ് പ്രഖ്യാപിക്കും. അപ്പൊ ബജറ്റ് എല്ലാം അവതരിച്ച് അതിനനുസരിച്ച് ജീവിച്ചു ഒരു വർഷം അവന്റെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഹാജരാക്കുന്ന ഒരു സമയത്ത് അതെല്ലാം വാങ്ങി വെച്ചിട്ട് അല്ലാഹ് എന്ത് ചെയ്യും? എല്ലാവർക്കും പൊതുമാപ്പ് കൊടുക്കും. പക്ഷേ അതിൽ നിന്ന് ക്രിമിനലുകൾ ഉണ്ടാവും, അവരെ മാറ്റി നിർത്തും. ക്രിമിനലുകൾ 2 തരത്തിലാണ്. ഒന്ന് പടച്ചവനോട് ദ്രോഹം ചെയ്ത ആളുകൾ, പടച്ചവനോട് ശിർക്ക് ചെയ്ത് അവനോട് ദ്രോഹം ചെയ്ത് അക്രമം കാണിച്ച ആളുകൾ. 2 മനുഷ്യരോട് അക്രമം കാണിക്കുന്ന ആളുകൾ, മുശ്രിക്കും ഷാഹിദും. ഈ 2 മുഷാഹിദും 2 കൂട്ടരെ മാറ്റി നിർത്തും. ബാക്കി എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ശഅബാനോടുകൂടി നമ്മുടെ അമലുകളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കി അത് കൊണ്ടുപോവുകയാണ്. കളക്ട് ചെയ്ത് ഫയൽ കെട്ടുകളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്.
അപ്പൊ ഇനി അവസാന സമയത്ത് അവസാനവട്ട മിനുക്കുപണികൾ നന്നാക്കുക, ബന്ധങ്ങൾ നന്നാക്കുക, ഖുർആനുമായി നല്ല ബന്ധം ഉണ്ടാക്കുക, ആളുകളുമായിട്ടുള്ള പിണക്കങ്ങൾ തീർക്കുക, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക, നമസ്കാരം, സുന്നത്ത് നോമ്പുകൾ അതൊക്കെ വർദ്ധിപ്പിക്കുക. അങ്ങനെ നമ്മൾ നല്ല നിലയിൽ ഈ ശഅബാന്റെ അവസാനത്തെ നമ്മുടെ കർമ്മങ്ങളുടെ വാർഷികമായിട്ടുള്ള ആ ഒരു പൂർത്തീകരണം അത് അവസാനിപ്പിച്ച് എന്നിട്ട് നമ്മൾ റമദാനിലേക്ക് പുതിയ മനുഷ്യരാവാൻ വേണ്ടി അടുത്ത ഒരു 2 ആഴ്ച ശഅബാൻ കഴിഞ്ഞിട്ട് 15 ശേഷമുള്ള കാര്യമായ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി, എന്നിട്ട് റമദാനിനെ 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച ഒരു അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ അനുകൂലമാക്കുകയും അള്ളാഹുവിന്റെ വിധി നമുക്ക് അനുകൂലമാക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് റമദാനിനെ ഒരുക്കുക. ഇപ്പൊ ഒരുപാട് പേര്, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അബ്ദുസലീം മൗലവി, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു സഹോദരൻ, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് മരണപ്പെട്ടു പോയി. പനിയായിരുന്നു, കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അടുത്തടുത്ത് ഒരുപാട് നമ്മുടെ ഉസ്താദ്, ഇവിടുത്തെ മുഅദ്ദിൻ ഉസ്താദ് മരണപ്പെട്ടു പോയി. ആരെല്ലാം മരിച്ചുപോയി നമ്മുടെ ഇടയിൽ നിന്ന്. കഴിഞ്ഞ ആഴ്ച സുഖമില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരന്റെ ഭാര്യ ഇന്നിപ്പോ വന്നപ്പോൾ മരണപ്പെട്ടു പോയി ഉസ്താദ് എന്ന് പറയുന്നു. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. നമ്മൾ അടുത്ത റമദാൻ, ഈ റമദാനിൽ തന്നെ ചെന്നെത്തുമെന്ന് അറിയില്ല, അടുത്ത റമദാനിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങുക, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക. ദുനിയാവിൽ എന്തെങ്കിലും കടവോ ബുദ്ധിമുട്ടോ നഷ്ടമോ ഉണ്ടായാൽ അതൊക്കെ താൽക്കാലികമോ. പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക, അള്ളാഹുമായിട്ട് കൂടുതൽ വെക്കുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.